ടെക്നോളജി എന്ന ചാപ്റ്ററിൽ ടാഗ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള ടാഗാണ് ഇനി നമ്മൾ പറയുന്നത്. സം കോമൺ ടാഗ്സ് ഇൻ HTML. ഫസ്റ്റ് പറയുന്നത് ഹെഡിങ് ടാഗ്സ് ആണ്. ഹെഡിങ് ടാഗ്സ് 6 ലെവലായിട്ടാണ് എന്തുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. H1, H2, H3, H4, H5 and H6. ഇങ്ങനെ 6 ലെവലായിട്ടാണ് എന്തുള്ളത് ഹെഡിങ് ടാഗ്സ് ഉള്ളത്. ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഹെഡിങ്ങിൻ്റെ സൈസിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസ് ഏതിലായിരിക്കും? H1-ലായിരിക്കും. സ്മോളസ്റ്റ് സൈസ് H6-ലും. ഇങ്ങനെ ഏറ്റവും ബിഗ്ഗസ്റ്റ് H1-ലും ഏറ്റവും സ്മോളസ്റ്റ് H6-ലായിരിക്കും ഏതുണ്ടാവുക ഹെഡിങ് ടാഗ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഹെഡിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യുന്നത്? ഹെഡിങ് ടാഗ്സ് ആയ H1 മുതലുള്ള H6 വരെയുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് P ടാഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ പാരഗ്രാഫ്. പാരഗ്രാഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ടാഗ് യൂസ് ചെയ്യുന്നത്? P ടാഗ്. വെബ്സൈറ്റിൽ പാരഗ്രാഫായിട്ട് ഇങ്ങനെ കൊടുത്തു, നമ്മൾ കണ്ടൻസോ കൊടുത്തു. നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് വേറെ കണ്ടൻസ്, ഇങ്ങനെ പാരഗ്രാഫായിട്ട് കണ്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ടാഗ് യൂസ് ചെയ്യുന്നത്? P ടാഗ് യൂസ് ചെയ്യുന്നത്. എന്ത് ടാഗാണ്? കണ്ടെയ്നർ ടാഗാണ് P ടാഗ്. നെക്സ്റ്റ് ടാഗ് BR ടാഗ്. BR ടാഗ് empty ടാഗ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? BR ടാഗ് യൂസ് ചെയ്യുന്നത് ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് കൊടുത്തു. ഇന്ത്യ ഈസ് മൈ കൺട്രി കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ BR ടാഗിൻ്റെ ഉള്ളിലാണേ, BR ടാഗിൻ്റെ ഉള്ളിൽ BR ടാഗിൻ്റെ ഉള്ളിൽ ബ്രേക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നുള്ളത് ഏതിന് വരും? ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് വരും. ഇവിടെ ഇന്ത്യ ഈസ് മൈ കൺട്രി കൊടുത്തിട്ട് നമ്മൾ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? അടുത്ത കണ്ടൻറ്റ്, അടുത്ത സെൻറ്റൻസ് അടുത്ത ലൈനിലായിട്ട് വരും. ഇങ്ങനെ ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? BR ടാഗ് യൂസ് ചെയ്യുന്നത്. BR ടാഗ് യൂസ് ചെയ്യുന്നത്. അടുത്തത് HR, ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ എന്നുവെച്ചാൽ നമുക്കിങ്ങനെ ലൈന് ഇങ്ങനെ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹൊറിസോണ്ടൽ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ടാഗ് യൂസ് ചെയ്യുന്നത്? HR ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടാഗ് സെൻറ്റർ ടാഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ കണ്ടന്റ് ഓൺ സെൻറ്റർ ഓഫ് ദി വെബ് പേജ്. വെബ് പേജിൻ്റെ സെൻറ്ററിൽ കണ്ടന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സെൻറ്റർ ടാഗ് യൂസ് ചെയ്യുന്നു. കോമൺ ടാഗ്സിൽ ഹെഡിങ്സിന് നമുക്കിങ്ങനെ ഹെഡിങ് ഏറ്റവും വലിയ ഹെഡിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹെഡിങ് ടാഗായ
H1 ഉപയോഗിക്കും. ചെറിയ സൈസിലാണ് വേണ്ടതെങ്കിൽ, ഏറ്റവും ചെറിയ സൈസാണെങ്കിൽ ഇത് ഹെഡിനനുസരിച്ചിട്ട് സൈസിൽ മാറ്റം വരികയാണ്. ഏറ്റവും ചെറിയ സൈസാണെങ്കിൽ ഏത് H6 യൂസ് ചെയ്യും. അപ്പോൾ ഹെഡിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് H1 to H6 വരെയുള്ള ടാഗ് യൂസ് ചെയ്യും. ദെൻ പാരഗ്രാഫ് ആക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് പാരഗ്രാഫായിട്ട് കൊടുക്കുമ്പോൾ എന്ത് യൂസ് ചെയ്യും? PR ടാഗ് യൂസ് ചെയ്യും. ദെൻ ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് BR ടാഗ് യൂസ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HR ടാഗ് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ കണ്ടൻറ്റിനെ വെബ് പേജിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാനാണ് സെൻറ്റർ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഫുള്ള് ടാഗുകളാണ്. മൊത്തം എന്താണ്? ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഒരു വെബ് പേജ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടാഗും, ആ ടാഗിന് വല്ല ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ ആട്രിബ്യൂട്ട്സും അതിൻ്റെ വാല്യൂസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഒരു വെബ് പേജ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ കോമൺ ടാഗ്സ്, അതായത് ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് HTML ടാഗ് ഏതൊക്കെ പറഞ്ഞു, HTMLും ഹെഡും ടൈറ്റിലും ബോഡിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന കോമൺ ടാഗ്സ് ആണ് ഇതൊക്കെ. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. ഇതിൽ തന്നെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് നമ്മുടെ കണ്ടന്റിലെ ടെക്സ്റ്റുകളെ എന്ത് ചെയ്യുക? ഫോർമാറ്റ് ചെയ്യാനുള്ള ടാഗ്സ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ B ടാഗ് ആണ്. B ടാഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കണ്ടന്റ് ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ ബോൾഡ് സൈസ്, ബോൾഡ് സ്റ്റൈൽ. ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? B ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ I ടാഗ്, അങ്ങനെ ഇറ്റാലിക് സ്റ്റൈലിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഏത് I ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ U ടാഗ്, ടെക്സ്റ്റിന് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് U ടാഗ് യൂസ് ചെയ്യുന്നു. S ആൻഡ് സ്ട്രൈക്ക് ടാഗ്. S ആൻഡ് സ്ട്രൈക്ക് ടാഗ് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ടെക്സ്റ്റിൻ്റെ സെൻറ്ററിലൂടെ എന്ത് കൊടുക്കാൻ, ഇങ്ങനെ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? S ആൻഡ് സ്ട്രൈക്ക് എന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. എഴുതി ടെക്സ്റ്റിൻ്റെ സെൻറ്ററിലൂടെ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ബിഗ് ടാഗ്, ബിഗ് സൈസിൽ, ടെക്സ്റ്റിന് ബിഗ് സൈസിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബിഗ് കൊടുക്കുന്നു. സ്മോൾ സൈസിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സ്മോൾ ടാഗ് യൂസ് ചെയ്യുന്നു. അടുത്തത് സ്ട്രോങ്. സ്ട്രോങ് ഈസ് സെയിം ആസ് ബോൾഡ്. സ്ട്രോങ് ടാഗ് ഈസ് സെയിം ആസ് ബോൾഡ്. ബോൾഡ് ടാഗിൻ്റെ സെയിം ഫങ്ഷനാണ് ഏതിന്? സ്ട്രോങ്ങിന്. ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെക്സ്റ്റിനെ ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ടാഗ് യൂസ് ചെയ്യുന്നത്? സ്ട്രോങ് ടാഗും B ടാഗും യൂസ് ചെയ്യുന്നത്. രണ്ട് ടാഗിൻ്റെ ഫങ്ഷൻ സെയിം ആണ്, B ടാഗിൻ്റെ സ്ട്രോങ്ങിൻ്റെ കേട്ടോ. ഇനി അടുത്തത് EM ടാഗ്, എംഫസൈസിങ്. ഇറ്റ് ഈസ് സെയിം ആസ് ഇറ്റാലിക്. ഇറ്റാലിക് ടാഗിൻ്റെ സെയിം ഫങ്ഷനാണ് ഇതിന്? എംഫസൈസിങ്ങിനുള്ളത്. ഇറ്റാലിക് എന്ന് ചെരിച്ചെഴുതാൻ അല്ലേ? EM ടാഗ് ഏതിൻ്റെ സെയിം ആണ്? I ടാഗിൻ്റെ സെയിം ആണ്. അടുത്തത് സബ് ആൻഡ് സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിങ്ങനെ H2 ഇങ്ങനെ 2 ചെറുതായി കൊടുക്കണ്ടല്ലോ, ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സബ്. സൂപ്പർ സ്ക്രിപ്റ്റ് പറയുമ്പോൾ A² മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ സ്ക്രിപ്റ്റും. അപ്പോൾ സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ്. നെക്സ്റ്റ് ബ്ലോക്ക് കോഡ്, ബ്ലോക്ക് കോഡ് ആൻഡ് Q ടാഗ്.
block quote and Q tag, it is used to set quotes, content in quotes. കണ്ടൻറ്റ് കോഡ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഡബിൾ കോഡ്സിലോ അല്ലേ, ഇങ്ങനെ കോഡ്സിനുള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബ്ലോക്ക് കോട്ടും ക്യൂ എന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ലോങ് കൊട്ടേഷനിലാണെങ്കിൽ, വലിയ സെൻറ്റൻസ് ഒക്കെ ആണെങ്കിൽ ഏത് യൂസ് ചെയ്യും, ബ്ലോക്ക് കോട്ട് യൂസ് ചെയ്യും. ചെറുതാണെങ്കിൽ ക്യൂ ടാഗും. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് കോട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ്, എന്തെങ്കിലും കണ്ടൻറ്റ് നമുക്ക് കോഡ്സിനുള്ളിൽ കൊടുക്കണമെങ്കിൽ ബ്ലോക്ക് കോട്ട് ക്യൂ എന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി പ്രീ ടാഗ് എന്നുണ്ട്. പ്രീ ടാഗ്, പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്. പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നമുക്ക് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ, ഒന്നുകിൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനെയാണ്, ഈ ഒരു ഫോർമാറ്റിൽ ഒരു ലൈൻ ഇങ്ങനെ, പിന്നെ ഒരു ലൈൻ ഇങ്ങനെ, ഒരു ലൈൻ ഇങ്ങനെ, ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ. ഇനിയിപ്പോൾ എല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം, ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ എനിക്ക് കണ്ടൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യും, പ്രീ. പ്രീ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുന്നു, കണ്ടൻറ്റ് എന്താ കൊടുക്കുന്നു, പ്രീ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. പ്രീ ടാഗ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ടാഗിനുള്ളിൽ ഏത് ഫോർമാറ്റിലാണോ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് അതേ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, വിൻഡോസിൽ, ബ്രൗസർ വിൻഡോയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രീ ടാഗ്. പ്രീ ടാഗ് കഴിഞ്ഞാൽ അടുത്തത് അഡ്രസ് എന്ന് പറയുന്ന ടാഗാണ്. അഡ്രസ് ടാഗ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു, അല്ലെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ ദ ഇൻഫോർമേഷൻ അബൌട്ട് ഓതർ. ആരെങ്കിലും കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് ഏതിലുണ്ടാവുക, അഡ്രസ്. കോണ്ടാക്റ്റ് ഇൻഫോർമേഷൻ, ഹൗസ് നെയിം, സ്ട്രീറ്റ് നെയിം, അങ്ങനെയുള്ള കോണ്ടാക്റ്റ് ഇൻഫോർമേഷനാണ് നമ്മൾ ഏതിൽ കൊടുക്കുക, അഡ്രസ് എന്ന് പറയുന്ന ടാഗിൽ കൊടുക്കുക. എന്തിനെ കുറിച്ചുള്ള. അപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സുകളാണല്ലേ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മാർക്യൂ. മാർക്യൂ മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെന്താണ് ന്യൂസിലൊക്കെ കാണാം, ബ്രേക്കിംഗ് ന്യൂസ് പറഞ്ഞിട്ട് താഴെ എന്തുണ്ടാവും, ഏതെങ്കിലും മെസ്സേജ് ഇങ്ങനെ എന്ത് ചെയ്യും, പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഈ മെസ്സേജ് അപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് നമ്മൾ ബി ടാഗ് പറഞ്ഞു, ഐ ടാഗ്. ബി ടാഗ് ഈസ് യൂസ്ഡ് ടു എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നമ്മുടെ ടെക്സ്റ്റിനെ ബോൾഡ് സ്റ്റൈലിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ. ഐ ടാഗ് ഇറ്റാലിക് സ്റ്റൈലിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ. ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി യു ടാഗ്. എസ് ആൻഡ് സ്ട്രൈക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ സെൻറ്ററിലൂടെ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ടെക്സ്റ്റിനെ ബിഗ് സൈസിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ ബിഗ് ടാഗും സ്മോൾ സൈസിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സ്മോൾ ടാഗ് യൂസ് ചെയ്യുന്നു. സ്ട്രോങ് ടാഗ്, ഇറ്റ് ഈസ് സെയിം ആസ് ബി ടാഗ്. ബി ടാഗിൻ്റെ സെയിം ഫംഗ്ഷനാണ് ഇതിന്, സ്ട്രോങ് ടാഗിന്. എംഫസൈസിങ് ടാഗ്, ഇ എം ടാഗിൻ്റെ സെയിം ഫംഗ്ഷനാണ് ഐ ടാഗിന്. ഓക്കെ, ദെൻ സബ്സ്ക്രിപ്റ്റ് ആൻഡ് സൂപ്പർ സ്ക്രിപ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, എ സ്ക്വയർ അങ്ങനെ കൊടുക്കാൻ, അല്ലെങ്കിൽ H2 ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും യൂസ് ചെയ്യുന്നത്. ബ്ലോക്ക് കോട്ട് ആൻഡ് ക്യൂ ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കോട്ട്സിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് കോട്ട് ആൻഡ് ക്യൂ ടാഗ് യൂസ് ചെയ്യുന്നത്. അതിൽ ലോങ് കണ്ടൻറ്റ് ആണെങ്കിൽ, ലോങ് കോട്ട്സ് ആണെങ്കിൽ ബ്ലോക്ക് കോട്ടും, ഷോർട്ട് ആണെങ്കിൽ ക്യൂ ടാഗ് യൂസ് ചെയ്യും. ദെൻ പ്രീ ഫോർമാറ്റഡ് ടാഗ്സ്. പ്രീ ടാഗ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റിൽ നമുക്ക് കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രീ ടാഗ്. അഡ്രസ്സ് എന്തായിരുന്നു, കോൺടാക്റ്റ് ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അഡ്രസ് ടാഗ് അല്ലേ. ഇനിയുണ്ട് ടാഗ്, ആ ടാഗുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിലും. ഓക്കെ.